എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ലേൺ ടു കോൺകറിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ സാംസ്കാരിക സ്ഥാപനങ്ങൾ എന്ന ഭാഗത്ത് വരുന്ന ഏതാനും സ്ഥാപനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യമായിട്ട് സംഗീത നാടക അക്കാദമി. ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമി മുൻപ് അറിയപ്പെട്ടിരുന്നത്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ മുൻപത്തെ പേരെന്തായിരുന്നു? ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നായിരുന്നു. ആസ്ഥാനം ന്യൂഡൽഹിയാണ് ആസ്ഥാനം. ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ മുൻപത്തെ പേര്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. 1953 സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത്. 1953 സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത്. എന്താണ് ലക്ഷ്യം? സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ ലക്ഷ്യം എന്താണ്? സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനം. 1953 സ്ഥാപിതമായത്. സംഗീത നാടക അക്കാദമി ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. സംഗീത നാടക അക്കാദമി ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. 5 വർഷത്തേക്കാണ് നിയമനം. രബീന്ദ്ര ഭവൻ എന്നാണ് സ്ഥാപനത്തിന്റെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത്. സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത് രബീന്ദ്ര ഭവൻ. സംഗീത നാടക അക്കാദമി ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. 5 വർഷത്തേക്കാണ് നിയമനം. ജവഹർലാൽ നെഹ്റു മണിപ്പൂർ ഡാൻസ് അക്കാദമി ഇംഫാലിലാണ്. ജവഹർലാൽ നെഹ്റു മണിപ്പൂർ ഡാൻസ് അക്കാദമി എവിടെയാണ്? ഇംഫാലിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് സംഗീത നാടക അക്കാദമിയുടെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ്, ജവഹർലാൽ നെഹ്റു മണിപ്പൂർ ഡാൻസ് അക്കാദമി എന്നത്. കഥക് കേന്ദ്രം ഡൽഹിയിൽ പ്രവർത്തിക്കുന്നു. അതുപോലെ തന്നെ കഥക് കേന്ദ്രം എവിടെയാണ്? ഡൽഹിയിലാണ്. ഒന്നുകൂടി, ദി നാഷണൽ അക്കാദമി ഓഫ് ഡാൻസ്, ഡ്രാമ ആൻഡ് മ്യൂസിക് എന്നാണ് കേന്ദ്ര സംഗീത നാടക അക്കാദമി മുൻപ് അറിയപ്പെട്ടിരുന്നത്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 1953 സംഗീത നാടക അക്കാദമി സ്ഥാപിതമായത്. സംഗീതത്തിൻ്റെയും നാടകത്തിൻ്റെയും പ്രോത്സാഹനമാണ് ലക്ഷ്യം. സംഗീത നാടക അക്കാദമി ചെയർമാനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 5 വർഷത്തേക്കാണ് നിയമനം. രബീന്ദ്ര ഭവൻ എന്നാണ് സ്ഥാപനത്തിന്റെ ആസ്ഥാന മന്ദിരം അറിയപ്പെടുന്നത്. അക്കാദമിയുടെ കീഴിലുള്ള ജവഹർലാൽ നെഹ്റു മണിപ്പൂർ ഡാൻസ് അക്കാദമി ഇംഫാലിലാണ്. കഥക് കേന്ദ്രം ഡൽഹിയിൽ പ്രവർത്തിക്കുന്നു. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ കീഴിലുള്ള കൂടിയാട്ടം കേന്ദ്രം തിരുവനന്തപുരത്താണ് പ്രവർത്തിക്കുന്നത്. കേന്ദ്ര സംഗീത നാടക അക്കാദമിയുടെ കീഴിലുള്ള കൂടിയാട്ടം കേന്ദ്രം എവിടെയാണ്? തിരുവനന്തപുരത്താണ്. ജവഹർലാൽ നെഹ്റു മണിപ്പൂർ ഡാൻസ് അക്കാദമി ഇംഫാലിലാണ്. കഥക് കേന്ദ്രം ഡൽഹിയിലാണ്. അതുപോലെ കൂടിയാട്ടം കേന്ദ്രം തിരുവനന്തപുരത്താണ്. അടുത്തത് കേന്ദ്ര സാഹിത്യ അക്കാദമി. ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ലക്ഷ്യമിടുന്നത്. എന്താണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ ലക്ഷ്യം? ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ലക്ഷ്യമിടുന്നത്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി തന്നെയാണ് ആസ്ഥാനം. 1952 ഡിസംബറിലാണ് നാഷണൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സ് അഥവാ കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് രൂപം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. 1952 ഡിസംബറിലാണ് നാഷണൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സ് അല്ലെങ്കിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് രൂപം നൽകാൻ വേണ്ടി കേന്ദ്ര സർക്കാർ തീരുമാനിക്കുന്നത്. 1954 മാർച്ച് 12 ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത്. 1954 മാർച്ച് 12 ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത്. എന്നാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്? 1954 മാർച്ച് 12. ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ഉപരാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത്. ഇംഗ്ലീഷ് ഉൾപ്പെടെ 24 ഇന്ത്യൻ ഭാഷകളിലെ സാഹിത്യ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി നിർവഹിക്കുന്നത്. ഇംഗ്ലീഷ് ഉൾപ്പെടെ 24 ഇന്ത്യൻ ഭാഷകളിലെ സാഹിത്യ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി നിർവഹിക്കുന്നത്. ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകൾക്ക് പുറമെ ഇംഗ്ലീഷ്, രാജസ്ഥാനി എന്നീ ഭാഷകളിലെ സാഹിത്യ പ്രവർത്തനങ്ങളും കേന്ദ്ര സാഹിത്യ അക്കാദമി നിർവഹിക്കുന്നു. ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകൾക്ക് പുറമെ ഏത് 2 ഭാഷകളിലെ സാഹിത്യ പ്രവർത്തനങ്ങളും കൂടി കേന്ദ്ര സാഹിത്യ അക്കാദമി നിർവഹിക്കുന്നുണ്ട്? ഇംഗ്ലീഷ്, രാജസ്ഥാനി എന്നീ ഭാഷകളിലെ സാഹിത്യ പ്രവർത്തനങ്ങളും കേന്ദ്ര സാഹിത്യ അക്കാദമി നിർവഹിക്കുന്നു.
ന്യൂഡൽഹിയിലെ രബീന്ദ്ര ഭവനിൽ തന്നെയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും ആസ്ഥാനം. ന്യൂഡൽഹിയിലെ രബീന്ദ്ര ഭവനിൽ തന്നെയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും ആസ്ഥാനം. ഒന്നുകൂടി, കേന്ദ്ര സാഹിത്യ അക്കാദമി ഇന്ത്യൻ ഭാഷാ സാഹിത്യത്തിന്റെ ഉന്നമനമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ലക്ഷ്യമിടുന്നത്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. 1952 ഡിസംബറിലാണ് നാഷണൽ അക്കാദമി ഓഫ് ലെറ്റേഴ്സ് അഥവാ കേന്ദ്ര സാഹിത്യ അക്കാദമിക്ക് രൂപം നൽകാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത്. 1954 മാർച്ച് 12 ഉപരാഷ്ട്രപതി ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഉദ്ഘാടനം ചെയ്തത്. ഇംഗ്ലീഷ് ഉൾപ്പെടെ 24 ഇന്ത്യൻ ഭാഷകളിലെ സാഹിത്യ പ്രവർത്തനങ്ങളുടെ മേൽനോട്ടമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി നിർവഹിക്കുന്നത്. ഭരണഘടന അംഗീകരിച്ച 22 ഭാഷകൾക്ക് പുറമെ ഇംഗ്ലീഷ്, രാജസ്ഥാനി എന്നീ ഭാഷകളിലെ സാഹിത്യ പ്രവർത്തനങ്ങളും കേന്ദ്ര സാഹിത്യ അക്കാദമി നിർവഹിക്കുന്നു. ന്യൂഡൽഹിയിലെ രബീന്ദ്ര ഭവനിൽ തന്നെയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെയും ആസ്ഥാനം. അടുത്തത് ലളിതകലാ അക്കാദമി. ലളിതകലാ അക്കാദമി ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ലക്ഷ്യം. കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ലക്ഷ്യമാണ് ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണം എന്നത്. രബീന്ദ്ര ഭവനിലാണ് ആസ്ഥാനം രബീന്ദ്ര ഭവൻ തന്നെയാണ്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദ് 1954 ഓഗസ്റ്റ് 5 ലളിതകലാ അക്കാദമി ഉദ്ഘാടനം ചെയ്തത്. ലളിതകലാ അക്കാദമി ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദാണ് ലളിതകലാ അക്കാദമി ഉദ്ഘാടനം ചെയ്തത്. എന്നാണ് 1954 ഓഗസ്റ്റ് 5 ഉദ്ഘാടനം ചെയ്തത്. നാഷണൽ അക്കാദമി ഓഫ് ആർട്സ് എന്നും ഈ സ്ഥാപനം അറിയപ്പെട്ടിരുന്നു. ലളിതകലാ അക്കാദമി നാഷണൽ അക്കാദമി ഓഫ് ആർട്സ് എന്നും അറിയപ്പെട്ടിരുന്നു. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും ഇന്ത്യൻ കലകളുടെ പ്രചാരണമാണ് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെ ലക്ഷ്യം. രബീന്ദ്ര ഭവനിലാണ് ആസ്ഥാനം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബുൽ കലാം ആസാദ് 1954 ഓഗസ്റ്റ് 5 ലളിതകലാ അക്കാദമി ഉദ്ഘാടനം ചെയ്തത്. നാഷണൽ അക്കാദമി ഓഫ് ആർട്സ് എന്നും ഈ സ്ഥാപനം അറിയപ്പെട്ടിരുന്നു. അടുത്തത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യങ്ങളാണ് കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നിവ. 1957 ഓഗസ്റ്റിൽ നിലവിൽ വന്ന നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇവിടെയും ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. 1957 ഓഗസ്റ്റിലാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് നിലവിൽ വന്നത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ പ്രവർത്തിക്കുന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലാണ്. ആഫ്രോ ഏഷ്യൻ മേഖലയിലെ ഏറ്റവും വലിയ പുസ്തകമേളയായ ന്യൂഡൽഹി വേൾഡ് ബുക്ക് ഫെയർ നടത്തുന്നത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആണ്. ആഫ്രോ ഏഷ്യൻ മേഖലയിലെ ഏറ്റവും വലിയ പുസ്തകമേളയാണ് ഏത്? ന്യൂഡൽഹി വേൾഡ് ബുക്ക് ഫെയർ. ന്യൂഡൽഹി വേൾഡ് ബുക്ക് ഫെയർ ഇത് നടത്തുന്നത് ആരാണ്? നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആണ് ഇത് നടത്തുന്നത്. വിവിധ ഇന്ത്യൻ ഭാഷകളിൽ കുട്ടികളുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനായി 1993 നാഷണൽ സെന്റർ ഫോർ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന് രൂപം നൽകിയത് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആണ്. വിവിധ ഇന്ത്യൻ ഭാഷകളിൽ കുട്ടികളുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നാഷണൽ സെന്റർ ഫോർ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന് രൂപം നൽകിയത് ആരാണ്? നാഷണൽ ബുക്ക് ട്രസ്റ്റ് ആണ്. ഏതു വർഷമാണ്? 1993 ദേശീയ പുസ്തക വാരാചരണത്തിന് നാഷണൽ ബുക്ക് വീക്കിന് തുടക്കം കുറിച്ചത് 1982 ദേശീയ പുസ്തക വാരാചരണത്തിന് തുടക്കം കുറിച്ചത് 1982 എല്ലാ വർഷവും നവംബർ 14 മുതൽ 20 വരെ ദേശീയ പുസ്തക വാരാചരണം നടത്തുന്നു. ഇന്നു മുതലാണ് ദേശീയ പുസ്തക വാരാചരണം നടത്താൻ തുടങ്ങിയത്? 1982 മുതലാണ്. നവംബർ 14 മുതൽ 20 വരെ എല്ലാ വർഷവും ദേശീയ പുസ്തക വാരാചരണം നടത്തുന്നു. ഒന്നുകൂടി, നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ കുറഞ്ഞ ചെലവിൽ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുക, വായന വളർത്തുക, ഇന്ത്യൻ പുസ്തകങ്ങൾ സ്വദേശത്തും വിദേശത്തും പ്രോത്സാഹിപ്പിക്കുക എന്നിവയാണ് നാഷണൽ ബുക്ക് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുടെ ലക്ഷ്യങ്ങൾ. 1957 ഓഗസ്റ്റിൽ നിലവിൽ വന്ന നാഷണൽ ബുക്ക് ട്രസ്റ്റിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്.
കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ആഫ്രോ ഏഷ്യൻ മേഖലയിലെ ഏറ്റവും വലിയ പുസ്തകമേളയായ ന്യൂഡൽഹി വേൾഡ് ബുക്ക് ഫെയർ നടത്തുന്നത് നാഷണൽ ബുക്ക് ട്രസ്റ്റാണ്. വിവിധ ഇന്ത്യൻ ഭാഷകളിൽ കുട്ടികളുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനായി 1993 നാഷണൽ സെന്റർ ഫോർ ചിൽഡ്രൻസ് ലിറ്ററേച്ചറിന് രൂപം നൽകിയത് നാഷണൽ ബുക്ക് ട്രസ്റ്റാണ്. ദേശീയ പുസ്തക വാരാചരണത്തിന് നാഷണൽ ബുക്ക് വീക്കിന് തുടക്കം കുറിച്ചത് 1982 എല്ലാ വർഷവും നവംബർ 14 മുതൽ 20 വരെ ദേശീയ പുസ്തക വാരാചരണം നടത്തുന്നു. അടുത്തത് രബീന്ദ്ര ഭവൻ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞല്ലോ ആസ്ഥാന മന്ദിരം രബീന്ദ്ര ഭവനിലാണെന്ന്. ആ രബീന്ദ്ര ഭവനെ കുറിച്ചാണ് ഇനി പറയുന്നത്. മഹാകവിയും ദേശീയ ഗാനത്തിന്റെ രചയിതാവുമായ രബീന്ദ്രനാഥ ടാഗോറിന്റെ 100ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ന്യൂഡൽഹിയിൽ പണികഴിപ്പിച്ച സാംസ്കാരിക സമുച്ചയമാണ് രബീന്ദ്ര ഭവൻ. മഹാകവിയും ദേശീയഗാനത്തിന്റെ രചയിതാവുമായ രബീന്ദ്രനാഥ ടാഗോറിന്റെ 100ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായിട്ട് ന്യൂഡൽഹിയിൽ പണികഴിപ്പിച്ച സാംസ്കാരിക സമുച്ചയമാണ് രബീന്ദ്ര ഭവൻ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ പ്രധാന സാംസ്കാരിക സ്ഥാപനങ്ങളായ കേന്ദ്ര സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി, സംഗീത നാടക അക്കാദമി എന്നിവയുടെ ആസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ സാംസ്കാരിക സമുച്ചയത്തിലാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, ഇന്ത്യയിലെ പ്രധാന സാംസ്കാരിക സ്ഥാപനങ്ങളായ കേന്ദ്ര സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി, സംഗീത നാടക അക്കാദമി എന്നിവയുടെ ആസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് എവിടെയാണ്? രബീന്ദ്ര ഭവനിലാണെന്ന് പറഞ്ഞു. മഹാകവിയും ദേശീയഗാനത്തിന്റെ രചയിതാവുമായ രബീന്ദ്രനാഥ ടാഗോറിന്റെ 100ാം ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ന്യൂഡൽഹിയിൽ പണികഴിപ്പിച്ച സാംസ്കാരിക സമുച്ചയമാണ് രബീന്ദ്ര ഭവൻ. ഇന്ത്യയിലെ പ്രധാന സാംസ്കാരിക സ്ഥാപനങ്ങളായ കേന്ദ്ര സാഹിത്യ അക്കാദമി, ലളിതകലാ അക്കാദമി, സംഗീത നാടക അക്കാദമി എന്നിവയുടെ ആസ്ഥാനങ്ങൾ പ്രവർത്തിക്കുന്നത് ഈ സാംസ്കാരിക സമുച്ചയത്തിലാണ്. ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.